ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു മോശവും ചെയ്തിട്ടില്ല. അത് തെറ്റിദ്ധാരണേൻ്റെ പുറത്താവെന്ന് അറിയില്ല. അയാൾ ഒരു സ്ഥലത്ത് കുറേ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ നശിച്ചു പോകാൻ. കോഴിക്കോടും കൊല്ലത്തേക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റലായിട്ട് DTDC വഴി അയച്ചു കൊടുക്കാം. പത്തിയത് വെച്ചിട്ട് അപ്പം എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇനിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിർത്തിക്കോ. ഹായ്. അപ്പോൾ ഞാനും നിതീഷ് ഏട്ടനും കൂടി മിഞ്ഞാന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. 1-2 സ്ഥലത്ത് നമ്മളെ നാട്ടിൽ തന്നെ കൊടുക്കാനുണ്ട്. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ കൊണ്ടു കൊടുക്കുക. നാളെങ്ങാനും കൊണ്ടു കൊടുക്കുക. പിന്നെ 2 നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുന്നുണ്ട്. DTDCന്ന് നമ്മൾ മയില DTDCന്ന് നമ്മൾ പോസ്റ്റൽ കൊറിയറായിട്ട് അയക്കുന്നുണ്ട്. ഒന്ന് കൊല്ലത്തേക്കും കോഴിക്കോടേക്കും. പിന്നെയും അയക്കാനുണ്ട്. അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ 1-2 കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ആരതാന്ന് എവിടെയാണെന്നുള്ള അഡ്രസ്സ് കിട്ടിയിട്ടില്ല. അതും കൂടി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ എത്തിച്ചു കൊടുക്കുക. കണ്ണൂരാണ് പിന്നെയുള്ള 3-4 സ്ഥലത്തേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നേരെ കണ്ണൂരേക്കും പോകണം. നിതീഷ് ഫുൾ ഡ്യൂട്ടി തിരക്കിലാണ്. കുറേ ആയി നിതീഷ വീഡിയോനകത്ത്. ഏത് വീഡിയോസിനകത്തും കാണാത്തല്ലേ നമ്മൾ. പിന്നെ ഷോർട്സ് നമ്മൾ ചെയ്യലേ ഇല്ല. ഇപ്പോൾ ആ സമയത്ത് നമുക്ക് ആ വെയിലും കാര്യം. ഇപ്പൊ പിന്നെ മഴയും ആയില്ലേ. അതുകൊണ്ട് വീട് പണീന്റെ തിരക്ക്, ലീവ് വന്നാൽ പിന്നെ ഫുൾ. അതെ വീട് പണീന്റെ തിരക്കാണ്. ഇന്ന് സൺഷൈഡ് വാർപ്പ് കഴിച്ചെടുക്കുന്നത് കൂട്ടിക്കൊണ്ടിരുന്നതാണ് ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് കണ്ണൂരേക്കും പോകണം. കണ്ണൂർ പോയിട്ട് കുറച്ച് സാധനം, എൻ്റെ മില്ലിലേക്ക് കുറച്ച് സാധനം എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മയിൽ DTDCൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പുറത്തേക്ക്, നമ്മളെ ജില്ലക്ക് പുറത്തേക്ക് കണ്ണൂരാന്ന് നമുക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യാനും. ഇതിപ്പോൾ നമ്മൾ കോഴിക്കോടും കൊല്ലത്തേക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റലായിട്ട് DTDC വഴി അയച്ചു കൊടുക്കാം. പത്തിയത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഏകദേശം 5 ദിവസം കഴിഞ്ഞു. 6ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ മാക്സിമം എനിക്ക് കമൻറ്റ് വന്നതും വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പേഴ്സണലായിട്ട് എനിക്ക് കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ, ഇന്നേ ആൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അതൊരു വലിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനെന്താണോ ചെയ്തത് അതേ പ്രവൃത്തി തന്നെയാണ് അവരും ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇതിലൊന്നും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനെ കൊണ്ട് വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ നാളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളിപ്പം എന്ത് പൈസ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സഹായമോ സഹകരണങ്ങളോ ആയിക്കോട്ടെ നമ്മൾ ഒരാൾക്ക് ചെയ്യുമ്പം നാളെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീണ് കിടക്കുമ്പോൾ നമുക്കൊരു തുള്ളി വെള്ളമായിരിക്കും നമുക്ക് ആവശ്യം. അത് തരും അല്ലെങ്കിൽ അത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ. അത് പ്രതീക്ഷയല്ല, അത് കിട്ടും. നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എവിടെ നിന്നെങ്കിലും ആയിട്ട് കിട്ടും. അയാളെടുക്കുന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട, നമുക്ക് എവിടെ നിന്നും കിട്ടും. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇന്നേക്ക് കൊടുക്കുമോ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർക്ക് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് കളക്ട് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാലും തന്നെ. പക്ഷേങ്കിൽ കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമം കൂടിയുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ആകുമ്പോഴത്തേക്ക് അങ്ങനെ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ നമ്മളെ ഭാഗത്തുനിന്നും ചെറിയൊരു പൈസ തരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഞാനത് അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ അതിൻ്റെ അകത്ത് ഭാഗമാക്കാവുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പൈസയൊക്കെ തന്നിട്ട് ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മ പോലെ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് അറിയാം. പക്ഷേങ്കിൽ അതൊന്നും വേണ്ട. ഞാൻ എൻ്റെ എന്താ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങൾ ഒരു വീഡിയോ എടുത്ത് കാണിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാണ്ട് ആർക്ക് കൊടുത്തു അതൊന്നും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ ഞാൻ അതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്തതിന് എൻ്റെ മനസാക്ഷിനെ മാത്രം അറിയിച്ചാൽ മതി, കിട്ടിയവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. പക്ഷേങ്കിൽ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഇക്ക, മൂപ്പർ പേര് പറയണ്ട അങ്ങനെയൊന്നും മൂപ്പർ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേങ്കിൽ എനിക്ക് പേര് പറയണമെന്നുണ്ടായി. മൂപ്പർ പറഞ്ഞാൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇക്ക എനിക്ക് എൻ്റെ ഗൂഗിൾ പേയിലേക്ക് പൈസ അയച്ചിട്ടാണ് പറഞ്ഞത് ഞാനും കൂടി ഇതിൻ്റെ അകത്ത് ഭാഗമാകുന്നുണ്ട്, നീ അതെന്ത് രീതിയിലാണ് ചെയ്തോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ ചുറ്റും. എങ്ങനെ സഹായിക്കണം എന്നറിയാണ്ട് നിൽക്കുന്നതും കുറേ ആൾക്കാർ നമ്മളെ ചുറ്റും ഉണ്ട് എന്നാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലായത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യം, ചെറിയൊരു കാര്യം ചെയ്തിട്ട് ഇത്രയും വലിയൊരു സന്തോഷം. മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. എനിക്കൊന്നും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബ്രില്യൻറ്റ് ആളല്ല ഞാൻ, എനിക്ക് വിദ്യാഭ്യാസപരമായിട്ട്. പക്ഷേങ്കിൽ എനിക്ക് പഠിക്കുന്ന കുട്ടികളെ അവരെ സപ്പോർട്ട് ചെയ്യാനും അങ്ങനത്തെ ഒരു ഭയങ്കര താല്പര്യമുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിലേക്ക്. ഒരു വലിയ ജോലിയെന്നോ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടാവുക,
നാലാളോട് പെരുമാറാൻ നമ്മൾ പഠിക്കുക. അതിൽ എത്ര പൈസ ഉണ്ടായിട്ടും നമുക്ക് ആളോട് പെരുമാറാൻ അറിയണമെന്നോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്നോ നമുക്കറിയണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം തന്നെ വേണം. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഞാൻ കുറേ ആൾക്കാർ നമ്മളെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ നമ്മളോട് നടന്നുകൊടുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടു, ഞാനത് ഷോക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, അല്ല അങ്ങനെ ഒരു പേരിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ. ഒന്നുമല്ല, അങ്ങനെ പറയുന്നവരങ്ങനെ പറഞ്ഞു. എനിക്ക് അതൊന്നും വിഷയമുള്ള കാര്യമല്ല. എന്നെ ഏത് രീതിയിൽ എന്ത് രീതിയിൽ ഉപദ്രവിച്ച് കഴിഞ്ഞാലും അതൊന്നും എനിക്ക് വിഷയമില്ല. ഞാൻ മാനസികമായി ചെറിയ ഡൗൺ ആവും, പക്ഷേങ്കിൽ എനിക്ക് ഇപ്പുറത്തുനിന്ന് അതിനെക്കാട്ടി എന്നെ സ്നേഹിക്കുന്നവരെ സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആയിക്കോളും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ ഇതെല്ലാം ചെയ്യുന്നതെല്ലാം കാണിച്ചിട്ട് ചെയ്യണോ, കാണിച്ചിട്ട് ചെയ്യാണ്ട് നിൽക്കുന്നവരിൽ അങ്ങനെയെല്ലാം ഉണ്ടാവും. എല്ലാവരും ചെയ്യുന്ന സഹായങ്ങൾ പറഞ്ഞിട്ടോ കാണിച്ചിട്ടോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ അതൊരു മറയാണ്. എന്തെന്ന് കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെ മറ പറ്റിയിട്ട് കുറേ ആൾക്കാരുണ്ട്. ഞാനും ചെയ്തിന്, അല്ലെങ്കിൽ ഞാനും ചെയ്യുന്നുണ്ട്, ഞാനും കൊടുത്തിന്, ഞാനും കൊടുക്കലുണ്ട് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു മറയാൽ ആ മറ പറ്റി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ അവരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഈ കൂട്ടത്തിൽ പറയുന്നതാണ്. ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുന്നതാണെന്ന് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് മനസ്സിലാക്കി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ പറയുക, ഞാൻ ഇതുവരെ ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മളെല്ലാം ഒരു അമ്പലത്തിൽ പോയാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളെ വിശ്വാസം ആരായിക്കോട്ടെ, വിശ്വാസമുള്ളവരെങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരണേ, അല്ലെങ്കിൽ നമുക്ക് നല്ലത് വരുത്തണേ, നമ്മളെ കുടുംബത്തിന് നല്ലത് വരുത്തണേ, നമ്മളെ ചുറ്റുമുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ ആരെങ്കിലും ഇൻക്ലൂഡ് ആക്കും, അവർക്ക് നല്ലത് വരുത്തണേ, അവർ നന്നാവണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അല്ലാണ്ട് പിന്നെ നശിച്ച് കാണാൻ വേണ്ടിയിട്ട് ഇന്നയാൾ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായില്ല. പക്ഷേങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായ കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ടായ ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു മോശവും ചെയ്തിട്ടില്ല. അത് തെറ്റിദ്ധാരണേൻ്റെ പുറത്താവെന്ന് അറിയില്ല. അയാൾ ഒരു സ്ഥലത്ത് കുറേ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ നശിച്ചു പോകാൻ എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഇവിടെ ബോഡിക്ക് ഒരു ചെറിയൊരു സ്കിന്നിൻ്റെ ചെറിയൊരു വൈറ്റ് ഡോട്ട് വിറ്റമിൻ്റെ കുറവുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്. ഞാനത് മൂപ്പരോട് പറയുകയും ചെയ്തതാണ്. നമ്മൾ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളോടെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയും. അപ്പോൾ മൂപ്പരത് എൻ്റെ ശരീരം മുഴുവൻ ഞാൻ വെള്ളപ്പാണ്ടനായി പോകാൻ വേണ്ടി അത് ഞാൻ കാണിച്ചെൻ്റെ മാറിയതാണ്. അപ്പോൾ അത് ഞാൻ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ട് വന്നിട്ട് ഞാനൊരു പാണ്ടനായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആയിപ്പോയാലും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ളവരും ജീവിക്കുന്നുണ്ട്, എല്ലാവരും മനുഷ്യന്മാരനെയാണ്. ഇനി നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ആയിപ്പോയാലും എനിക്ക് സങ്കടമൊന്നുമില്ല, നിങ്ങളോട് എനിക്ക് ദേഷ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ പറയാം, ഒരാൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ മൂപ്പരോട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് വിട്ടതാണ്, അത് കഴിഞ്ഞതാണ്. വീണ്ടും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് എന്നെ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതിനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ഇതിൻ്റെ പേരിലൊരു വർത്തമാനം ഉണ്ടാവില്ല. ഞാൻ ആരും നശിച്ച് കാണാനോ മോശപ്പെട്ട് കാണാനോ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേങ്കിൽ എൻ്റെ ക്ഷമേൻ്റെ പരമാവധി ഞാൻ ക്ഷമിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നാളെ സംഭവിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ചെയ്ത് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ ചെറിയ കാര്യത്തിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യത്തിൽ സങ്കടപ്പെടുകയും ചെറിയ കാര്യത്തിൽ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അപ്പം എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇനിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിർത്തിക്കോ. കുറച്ച് ദിവസം മുന്നേ എൻ്റെ വീട്ടിൻ്റെ അടുക്ക വന്നിട്ട് കാല് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് നിന്നെയാണ്. അപ്പോൾ അത് മറന്നു പോകരുത്. വീണ്ടും ഇത് ഓരോ ദിവസവും ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി എനിക്ക് പറ്റിയെന്ന് വരില്ല. അതിനൊരു സാഹചര്യം ഉണ്ടായെന്നും വരില്ല. ചിലപ്പോൾ കാല് പിടിക്കാൻ പോലും ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരില്ല. ഇത് ഒരു വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇത് സംസാരമായിട്ട് കാണണ്ട. വളരെ സ്നേഹമുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വർത്തമാനം പറയേണ്ട ആവശ്യമില്ല, അതെങ്കിൽ ചെയ്തങ്ങ് വിട്ടാൽ മതി. അപ്പോൾ ഇനി ഒരു 1-2 ആൾക്കും കൂടി കൊടുക്കാൻ ഉണ്ട്. അതും കൂടി ഞാൻ വളരെ അടുത്ത ദിവസം തന്നെ കൊടുക്കും. ഇപ്പം നാളെ തുറക്കേണ്ടതാണ് സ്കൂള്. അപ്പോൾ അത് 4-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം കൂടെ നിന്നതിന്, സപ്പോർട്ട് ചെയ്തതിന്, ഒരുപാട് ആൾക്കാരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചതിന്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് നല്ല മനുഷ്യന്മാർ നമ്മളെ ചുറ്റുമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കൈകോർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടെ നിന്നതിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ബൈ.